അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ മക്കളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടൊക്കെയാണ് പറയാനുള്ളത്. റമദാൻ മാസമാണ്. ഞങ്ങളുടെയൊക്കെ മക്കളോട് രക്ഷിതാക്കൾ പറയും, റമദാൻ മാസമാണ്, പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ ഞങ്ങളുടെ മക്കളൊക്കെ പറയാറുണ്ട്, ചിലപ്പോൾ ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ ഞാൻ പള്ളിയിലേക്ക് പോകുന്നു, ഇശാ നിസ്കരിച്ച് തറാവി കഴിഞ്ഞിട്ടേ വരും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാവരോടും പറയാനുള്ളത്, എല്ലാ രക്ഷിതാക്കളും ഞങ്ങളുടെ മക്കൾ കറക്റ്റ് സമയത്ത് തറാവി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നുണ്ടോ എന്നും ആ നിസ്കാരം കഴിഞ്ഞ് എത്ര മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്നും ഓരോ പേരൻസും ഓരോ രക്ഷിതാക്കളും ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ ഈ സമയത്ത് ഒരു ശ്രദ്ധ വേണം. ആരും തട്ടിമാറ്റി പോകരുത്, ഞങ്ങളുടെ മക്കളാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കളോട് പറയാനുള്ളത്, എല്ലാവരും പള്ളിയിലേക്ക് വന്നാൽ നിസ്കരിച്ച് കറക്റ്റ് ടൈമിന് തന്നെ നിസ്കാരം കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുക. കാരണം ഞങ്ങൾക്കറിയാം, ഇന്ന് ഞങ്ങളുടെ കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഞങ്ങളെയും തേടി നിൽക്കുന്നുണ്ട്. അവർക്ക് ആരെങ്കിലും ഒരാളെ അതിലേക്ക് ചേർക്കാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് എൻ്റെ മക്കളോടൊക്കെ പറയുന്നത്, ഓരോ പേരൻസിനും ഓരോ രക്ഷിതാക്കൾക്കും മക്കളെ നിങ്ങളിൽ ഓരോ വിശ്വാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെയുള്ള ഇബിലീസിൻ്റെ കണിയിലൊന്നും പെടാതെ തറാവി നിസ്കാരം കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് തന്നെ വീട്ടിലെത്താൻ നോക്കുക. അല്ലാഹു തആല സാലിയായ മക്കളാക്കട്ടെ, സാലിഹ്യങ്ങളാക്കട്ടെ. അതുപോലെ തന്നെ നാട്ടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന മക്കളാവട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, മക്കളെക്കുറിച്ചൊരു ശ്രദ്ധ വേണം. മക്കളൊക്കെ നിങ്ങൾ തറാവിയൊക്കെ നിസ്കരിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മക്കളെ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള മക്കളൊക്കെ കാണുകയാണെങ്കിൽ അവരെ കുടുംബത്തിലേക്ക് അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് അവരോട് ചോദിക്കുക, സമയം എത്രയായി, വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന്. നിങ്ങളെ ആരും ഒന്നും ഉപദ്രവിക്കില്ല. ഏത് മക്കളോട് ചോദിച്ചു കഴിഞ്ഞാലും ഒരു രക്ഷിതാക്കളും അതിനെക്കുറിച്ചൊന്നും പറയില്ല. കാരണം ഞങ്ങളുടെ നാട് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുകയാണെങ്കിൽ അവരെ അടുത്ത് പോയി ഇരുന്ന് അവരോട് സംസാരിച്ച് അവരെ വീട്ടിലെത്തിക്കാൻ നോക്കുക. അതുപോലെ തന്നെ എൻ്റെ മക്കളൊക്കെ റോഡ് സൈഡിലും അവിടെ ഇവിടെ ഒന്നും തങ്ങി നിൽക്കാതെ തറാവിയൊക്കെ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവുക. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉമ്മാനോടും ബാപ്പാനോടും പറയാം, അവരെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, എല്ലാവരോടും സ്നേഹം മാത്രം.